എങ്കിൽ ശരി, ഞാൻ എന്റെ കൂട്ടുകാരെ അന്വേഷിച്ചോണ്ടിരിക്കുക, ഞാൻ പോകുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഷാൻഷായെ അന്വേഷിച്ചോണ്ടിരിക്കും. അതേസമയം ഷാൻഷായും അവന്മാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് അവൾ മൊബൈൽ എടുത്ത് നോക്കുമ്പോഴാണ് ലീ കുറെ മിസ് കോൾ ചെയ്തേക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് അവൾ അവിടെ നിൽക്കുന്നുണ്ട്. ജിയാങ് അടുത്തേക്ക് വന്നിട്ട്, എടി ഷാൻഷായി, നിന്നെ ഞാൻ എവിടെ അന്വേഷിച്ചോണ്ടിരിക്കുക, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്നിട്ട് അവളും ചോദിക്കുമ്പോൾ തന്നെ ഷാൻഷായും, നിക്കടി, ലീ എന്നെ കുറെ പ്രാവശ്യം വിളിച്ചേക്കുന്നു. എന്നിനെ തിരിച്ച് നമ്മുടെ ലീയെ വിളിക്കാൻ നോക്കും. അതേസമയം ലീയും ഫുൾ ഇമോഷണൽ ബ്രേക്കായി അവള് മഴയത്ത് നനഞ്ഞോ നടന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഷാൻഷായുടെ കോൾ വരുന്നിട്ട് അവള് ഫോൺ എടുക്കും. അപ്പോഴാണ് ഷാൻഷായും, അലി നീ എവിടാ, പാർട്ടിക്ക് വരാൻ പറഞ്ഞിട്ട് എത്തിയ? എന്നിട്ട് അവളും പറയുമ്പോഴാണ് ലീയും, ഇല്ല ഷാൻഷായി, ഞാൻ ഇന്ന് പാർട്ടിക്ക് വരത്തില്ലെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചത്. എന്നിട്ട് അവളും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഇവരെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ മെയിൻ താരം ജിങ്ങും ബർത്ത്ഡേയുടെ പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവളിങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നവർക്കെല്ലാം താങ്ക്സ്. എന്നിട്ട് അവർക്കെല്ലാം ഒരു ഗ്രാൻഡ് വെൽക്കം കൊടുത്തിട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ജിങ് ഹൂ ആയിട്ട് റൊമാൻറ്റിക് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അതേസമയം ഇത് കണ്ട് എല്ലാം എടാ ഇന്നെങ്കിലും ഹൂ അവളെ പ്രൊപ്പോസ് ചെയ്യുക. എന്നിട്ട് അവന്മാരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഷാൻഷായും, എന്തുവാ ഹൂ ഇതുവരെ അവളെ പ്രൊപ്പോസ് പോലും ചെയ്തിട്ടില്ല, പിന്നെ അന്ന് നൈറ്റ് സംഭവിച്ചു? എന്നിട്ട് അവളും അവരെന്ന് റൊമാൻസ് ചെയ്ത കാര്യം പറയുമ്പോഴാണ് ഇത് കേട്ട് അവർക്കൊന്നും മനസ്സിലാവാതെ ഏത് രാത്രി എന്നിട്ട് അവന്മാരൊഴിക്കും. അപ്പോഴാണ് അവളും, രാത്രിയോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, സത്യത്തിൽ ഇവർ തമ്മിൽ എന്തോ ബന്ധം? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കൊച്ചിലെ തൊട്ടേ നമ്മുടെ ഹുവ ആരോടും മിണ്ടാതെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അവന്റെ അമ്മയെ ഫോഴ്സ് ചെയ്ത് അവന് പഠിപ്പിക്കുന്നുണ്ട്. അവനും പുറത്ത് ആരോടും സംസാരിക്കാതെ എപ്പോഴും ഒറ്റയ്ക്കായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവന്റെ ലൈഫിലേക്ക് ജിങ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വരുന്നത്. അങ്ങനെ ഇവന്റെ ഇമോഷണൽ അപ്സെറ്റ് മനസ്സിലാക്കി അവനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി എന്നും അവന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അന്നൊട്ട് നമ്മുടെ ഹുവയ്ക്ക് അവൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷെ ഇതുവരെ അവന്റെ ഇഷ്ടം പുറത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെ അവളുടെ ബർത്ത്ഡേ ഒരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്ത് അവ ഇന്ന് പ്രൊപ്പോസ് ആകാൻ റെഡി ആയിരിക്കുവാണ്. അങ്ങനെ ഇവെല്ലാം നോക്കുമ്പോഴാണ് ഹുവ അവളുടെ ഡാൻസ് എല്ലാം കളിച്ചതിന് ശേഷം അവനും പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി വരും. ജിങ്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നിട്ട് അവനും പറയാൻ വരുമ്പോ തന്നെ പെട്ടെന്ന് അവളും അവന്റെ വായ അടച്ചിട്ട്, ഹുവ നീ എന്തോ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് അവനെ സൈലന്റ് ആക്കിയിട്ട് അവൾ എല്ലാവരും ഫ്രണ്ട് വെച്ച് ഇങ്ങനെ അനൗൺസ് ചെയ്യും, ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ എന്റെ ലൈഫിനെ കുറിച്ച് ഷോർട്ടായിട്ട് പറയാം. എനിക്കിപ്പം 24 വയസ്സായി. ഇത്രയും വർഷം എന്റെ അച്ഛനമ്മ ഉണ്ടാക്കുന്ന പൈസയും കൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന് ഞാൻ സ്വന്തമായിട്ടൊരു വിലയും കണ്ടെത്തിയിട്ടില്ല. അതിനാൽ എന്റെ ഈ ബർത്ത്ഡേക്ക് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാ. അതായത് ഞാൻ വീണ്ടും പാരീസിൽ തന്നെ പോയി എനിക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യും. അതായത് ഈ ലോകത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യും. അതുകൊണ്ട് ഇനി ഞാൻ എന്റെ സൗന്ദര്യത്തിനൊന്നും വില കൊടുക്കാതെ നോർമൽ ലൈഫ് ജീവിക്കാൻ പോവുക. എന്നിട്ട് അവളും എല്ലാവരും ഫ്രണ്ട് വെച്ച് മുടി കട്ട് ചെയ്യുമ്പം ഇതൊക്കെ കേട്ട് അവളുടെ അച്ഛനമ്മ ഇങ്ങനെ ഷോക്കായിരിക്കും. അതേസമയം നമ്മുടെ ഹുവ അവൾ വീണ്ടും പാരീസിൽ പോകുന്ന അറിഞ്ഞ ഉടനെ അവന് വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് ജിങ്ങും അവന്റെ പുറകെ പോകുമ്പോഴാണ് അവന് ഫീൽ ചെയ്യുന്നുണ്ട് അടുത്തേക്ക് ചെന്ന്, ഹുവ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്നെ പ്രൊപ്പോസ് ചെയ്താ ഞാൻ നിന്നോട് യെസ് പറയാമെന്ന് എനിക്കറിയത്തില്ല, കാരണം എന്റെ ലൈഫ് വേറെ. എന്നിട്ട് അവളും പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുമ്പം ഇതൊക്കെ നമ്മുടെ ഷാൻഷായും കാണും. എന്നിട്ട് അവളും നമ്മുടെ ഹുവ വിഷമിക്കുന്നുണ്ട്. അവള് ഫീലായി അവളുടെ ഡ്രിങ്ക്സ് എല്ലാം അടിച്ച് ബോധലായി നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് അറിയാതെ നമ്മുടെ മിങ്ങിന്റെ ഫ്രണ്ടിൽ പോയി പെടുന്നത്. അങ്ങനെ അവളെ കണ്ടതോടെ അവനും, ഓ ഇതാര് അവിടെ സൈഡിൽ ഒളിഞ്ഞിരുന്ന് എന്നെ വായി നോക്കുവാണ്. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും ബോധമില്ലാതെ അടുത്തേക്ക് വന്നിട്ട്, ആരാടാ നിന്നെ വായി നോക്കുന്നത്? അതിനൊക്കെ ഈ ഫേസിന് വിലയുണ്ടോ? എപ്പം നോക്കിയാലും നീ എന്തിനാടാ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നുമില്ല. എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും, ഓ ആര് നിന്നെ ശല്യപ്പെടുന്നത്? ഇതല്ല എന്റെ പണി. നീ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും, നീ ആരാടാ ശല്യപ്പെടുത്താൻ? നീ എന്തോ അത്രയ്ക്ക് വലിയ ആളാണ്? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, പിന്നല്ലാതെ നീ എന്റെ ഫാമിലിയെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഈ നാട്ടിൽ ആരോടെങ്കിലും പോയി ചോദിച്ചു നോക്ക് മിങ്ങിന്റെ ഫാമിലിയെ കുറിച്ച്, ഒരു വലിയ ബിസിനസ് ഫാമിലിയാ. എന്നിട്ട് അവന് ഷോ കാണിക്കുമ്പോഴാണ് അവളും, എടാ ഞാൻ നിന്നെ കുറിച്ച് ചോദിക്കുന്നത്, നീ നിന്റെ ഫാമിലിയെ കുറിച്ച് പറയുന്നു, സത്യത്തിൽ നീ ആരാടാ? എന്നിട്ട് അവളും ബോധമില്ലാതെ അവന്റെ ദേഹത്ത് തന്നെ ചാഞ്ഞു വീഴും. അപ്പോഴാണ് ആ വഴി കൂടെ പോകുന്ന 2 ഗേൾസും ഇവരുടെ ക്ലോസ് ആയിരിക്കുന്നുണ്ട്. ഓ മിങ് ഷാൻഷായി സെറ്റായെന്ന് തോന്നുന്നു. എന്നിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഷാൻഷായി എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവളും വീട്ടിലിരിക്കുന്നത്. എന്നിട്ട് അവളും പുറത്തേക്ക് വന്നിട്ട്, ഓ അമ്മേ ഇന്നലെ എന്നെ ആരെ വീട്ടിൽ കൊണ്ടാക്കിയ, എനിക്കൊന്നും ഓർമ്മയില്ല. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അമ്മയും, വതാ മോളെ ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ വന്ന ഹാൻഡ്സമായ പയ്യനില്ലേ മിങ്, അവനെ കൊണ്ടാക്കിയ, അവൻ എത്ര നല്ല പയ്യനാ. എന്നിട്ട് അമ്മയും പറയുമ്പം ഇത് കേട്ട് അവള് ഷോക്കായി, എന്തുവാ അവൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയോ? എന്നിട്ട് അവനെ കുറിച്ച് ഓർത്തോണ്ട് അവളും കോളേജിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ ലീവ് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവൾ ചെന്നായിട്ട് പോയി അടുത്തിരിക്കും. അങ്ങനെ ഇവരെ കണ്ട് അവൾ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചെന്നും, പിന്നെ ലീ നീ പാർട്ടിക്ക് വന്നില്ലല്ലേ, അവിടെ ചെറുത്ത ഫോട്ടോസൊക്കെ കാണുന്നോ? എന്നിട്ട് അവളിട്ട് വെറുപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇതും കണ്ടോണ്ട് ലീയും, ആ കൊള്ളാം കൊള്ളാം. എന്നിട്ട് അവൾ എന്തായാലും വന്ന് രക്ഷപ്പെടുമ്പോഴാണ് നമ്മുടെ ഷാൻഷായി വീണ്ടും അവളെ വെറുപ്പിക്കാൻ വേണ്ടി, പിന്നെ ലീ പാർട്ടി വെച്ച് ജിങ് അവളുടെ മുടിയൊക്കെ കട്ട് ചെയ്ത് ഇനിയിപ്പോ അവള് പാരീസിനെ പോകാൻ പോകുന്നു. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന ലീയും, ഞാൻ അത് അറിഞ്ഞായിരുന്നു. എന്നിട്ട് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഷാൻഷായും ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോഴാണ് അവളുടെ ഫ്രണ്ടിൽ നമ്മുടെ മിങ് നിൽക്കുന്നത്. അങ്ങനെ അവനെ കണ്ട് അവൾ മൈൻഡ് ചെയ്തിരിക്കുമ്പോൾ ഇത് കണ്ട് അവനും, എവിടെ പോന്ന്? ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളൊന്നും ഓർമ്മയില്ല, മേഡം കുടിച്ചിട്ട് എന്റെ ഡ്രസ്സ് ഫുള്ള് വോമിറ്റ് ചെയ്ത്, അതിനാര് സോറി ചോദിക്കും. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതൊന്നും വലിയ കാര്യമല്ല, ഇതിനുമ്പ് നീ എന്നെ ശല്യപ്പെടുത്തായിരുന്നില്ല, ഇതിനും സോൾവ് ആയി, ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും, ആണോ? പക്ഷെ ഇന്നലെ വേറൊരു കാര്യം നടന്നായിരുന്നു കേട്ടോ, കുടിച്ചിട്ട് നിന്റെ മനസ്സിലുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അതായത് ജിങ് വീണ്ടും പാരീസിൽ പോകുന്നത് നിനക്ക് സന്തോഷം
സന്തോഷം ഞാൻ അറിഞ്ഞല്ല. കാരണം അവള് പോയാ വീണ്ടും നിനക്ക് ഹുവയെ സെറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടും. അതൊക്കെ നീ തന്നെ പറഞ്ഞ. ഇനി അത് ബോധമില്ലാതെ പറഞ്ഞാണോ അല്ല സത്യത്തിൽ അതാണ് നിന്റെ പ്ലാൻ? എന്നിട്ട് അവനും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവള് നമ്മുടെ ഹുവയെ കാണാൻ വേണ്ടി കോളേജിന്റെ ടോപ്പിൽ ചെല്ലുമ്പോഴാണ് അവൻ അവിടെ ജിങ്ങിനെ കുറിച്ച് ഓർത്തോണ്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അടുത്തായി ചെന്നിട്ട്, ഹുവ നിനക്ക് ജിങ്ങിന് ഇഷ്ടമല്ലേ, പിന്നെന്തിനാ അവള് പാരീസ് പോവാന്ന് പറഞ്ഞപ്പം നീ അവളെ തടയാത്ത? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് അവനും, ഷാൻഷായി അവളൊരു തീരുമാനം എടുത്താ പിന്നെ അത് ആരെ കൊണ്ടും മാറ്റാൻ സാധിക്കത്തില്ല. പിന്നെങ്ങനെയാ ഞാൻ അവളോട് പോയി പാരീസിലൊന്നും പോകണ്ടെന്ന് പറയുന്നത്? എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും, ഹുവ പിന്നെ നീ എന്തോ ചെയ്യാൻ പോവാ? നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ അവളെ നീ പോകാൻ സമ്മതിക്കില്ലേ? ഒരു പക്ഷെ അവിടെ പോയതിനു ശേഷം അവൾക്ക് വേറെ പയ്യനായിട്ട് സ്നേഹമില്ലെന്ന് തോന്നിയല്ല, അതുകൊണ്ട് നീ പറഞ്ഞു നോക്ക്, നീ പറഞ്ഞ അവള് കേൾക്കും. എന്നിട്ട് അവളും പറയുമ്പം ഇത് കേട്ട അവനും, ഷാൻഷായി നിനക്ക് ജിങ്ങിനെ കുറിച്ച് അറിയത്തില്ല. അവളൊരു കാര്യത്തിൽ തീരുമാനത്തെടുത്താൽ പിന്നെ ഒരിക്കലും അത് മാറ്റത്തില്ല. ഇനി ഞാൻ പോയി അവൾ തടഞ്ഞാൽ പോലും അവളത് കേൾക്കാൻ സാധ്യതയില്ല. എന്നിട്ട് അവനും വിഷമിച്ച് പറയുമ്പം ഇത് കേട്ട് ഷാൻഷായിക്കും അവനോട് വിഷമം തോന്നി നേരെ ജിങ്ങിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും, ഷാൻഷായി ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇനി നിന്നോട് അധികം സംസാരിക്കാൻ പറ്റില്ല, ഇപ്പൊ എന്തിനാ നീ എന്നെ കാണണമെന്ന് വിളിച്ച? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ഷാൻഷായും, ജിങ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെ തെറ്റായിട്ട് വിചാരിക്കല്ലേ. ഹുവയ്ക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ പാരീസിൽ പോകാതെ ഇരുന്നോടെ, നിങ്ങൾക്കും അവൻ ഇഷ്ടമല്ല. എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ജിങ്ങും, ഷാൻഷായി ഞാൻ ഒരിക്കൽ തീരുമാനം എടുത്തെങ്കിൽ അത് ഞാൻ പിന്നെ മാറ്റത്തില്ല. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഷാൻഷായും, ഇതേ ഡയലോഗ് തന്നെയാ ഹുവ എന്നോട് പറഞ്ഞ. പക്ഷെ നിങ്ങൾക്ക് പാരീസിൽ തന്നെ പോയി പഠിക്കണമെന്നില്ലല്ലോ, ഇവിടെ തന്നെ ഇന്റർനാഷണൽ കോഴ്സ് ഒക്കെ ഇല്ല, ഇവിടെ നിന്ന് പഠിച്ചോണ്ട് നിങ്ങൾ പാവപ്പെട്ട സഹായിക്കത്തുണ്ട്. എന്നിട്ട് അവളും പോയിന്റ് ആയിട്ട് പറയുമ്പോൾ ഇത് കേട്ട് ജിങ്ങും, ഷാൻഷായി ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ പാരീസിൽ പോകുന്നത് മാറ്റാൻ പറ്റത്തില്ല, കാരണം ഞാൻ തീരുമാനം എടുത്ത്. നീ പറഞ്ഞാൽ എനിക്കും ഹുവയെ ഇഷ്ടം, പക്ഷെ എനിക്ക് ലവിനെക്കാളും വലുത് എന്റെ ഡ്രീമാ, സോറി. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ഹുവയും കേട്ട് ദേഷ്യപ്പെട്ട് അവൻ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, ഷാൻഷായി നിന്നോട് ആര് പറഞ്ഞു അവളോട് സംസാരിക്കാൻ? ഇപ്പൊ അവൾ തെറ്റായിട്ട് വിചാരിക്കും ഞാനാ നിന്നെ അവളെ തടയാൻ പറഞ്ഞെന്ന്. എന്നിട്ട് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് അവളും, ഹുവ നീയോ ചോദിക്കുന്നില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്ത. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പം എനിക്ക് വിഷമം വരുന്നു. എന്നിട്ട് അവളും പറയുമ്പോഴാണ് അവനും ദേഷ്യത്തി, ഷാൻഷായി നീ ചെയ്ത് സഹായിക്കാൻ മതി, ഞങ്ങളുടെ മാട്രി നീ വെറുതെ ഇൻക്ലൂഡ് ആവണ്ട, ഗെറ്റ് ലോസ്റ്റ്. എന്നിട്ട് അവനും പറയുമ്പം അവളും വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അതിനുശേഷം ഹുവ മുകളിലേക്ക് ചെന്നിട്ട് പണ്ട് ജിങ് പറഞ്ഞ കാര്യം കരയിച്ചോണ്ടിരിക്കും. അതായത് അവന് കരച്ചിൽ വരുമ്പോഴൊക്കെ തലയും കുത്തി നിൽക്കാൻ പറഞ്ഞത് ജിങ് ആണ്. അങ്ങനെ ഇപ്പോഴും അവൾ വിദേശ പോകുന്ന ആലോചിച്ച് അവനും കരയാതിരിക്കാൻ വേണ്ടി തലയും കുത്തിക്കും, കാരണം എന്നാലേ കരച്ചിലൊന്നും പുറത്ത് വേസ്റ്റ് ആവത്തില്ലെന്ന്. അങ്ങനെ ഇവനും ഒരു സൈഡിൽ വിഷമിച്ചോണ്ടിരിക്കുമ്പം അതേപോലെ തന്നെ നമ്മുടെ ഷാൻഷായും നമ്മുടെ ഹുവ ദേഷ്യപ്പെട്ടത് അവളിങ്ങനെ ഫീൽ ചെയ്തോണ്ടിരിക്കും. ഞാൻ എന്ത് തെറ്റായത്? അവള് പോകുന്നുണ്ട് അവൻ വിഷമിച്ചിലിരിക്കുന്നത്, അതുകൊണ്ട് അവളെ പോകണ്ട ഞാൻ തടഞ്ഞു നോക്കി. എന്നാലും ഹുവ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്, അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ എൻ്ററെന്നത് തെറ്റാ. എന്നിട്ട് അവളും തന്നെ ഓരോന്നും പറഞ്ഞ് ഫീൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇവരെല്ലാരും കൂടെ ജിങ്ങിനെ പറഞ്ഞയക്കാൻ വേണ്ടി എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് ഹുവാരാത്തോണ്ട് യാനിഫെങ്ങും കൂടെ പറയുന്നത്, ഈ ഹുവ എവിടെ പോയടാ, അവന് വിളിച്ചാലും എടുക്കുന്നില്ല. പിന്നെ മിങ്ങും. എന്നിട്ട് അവന്മാർ സംസാരിക്കുമ്പോഴാണ് ചെന്നും, അതെന്തോ നിങ്ങളുടെ ഫോണിൽ പൈസ ഇല്ല, ഞാൻ വേണേ എന്റെ ഫോൺ തരട്ടെ. എന്നിട്ട് അവന് വലിച്ച തമാശ പറയുമ്പം ഇത് കേട്ട് അവന്മാരുടെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് മിങ് അവിടേക്ക് വന്നിട്ട് ഗായ്സ്, അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ജിങ് അവരുടെ അടുത്തേക്ക് വന്നിട്ട്, ഗായ്സ് നിങ്ങളെല്ലാരും എന്നെ കൊണ്ടാക്കാമെന്നൊരു താങ്ക്സ്, ടേക്ക് കെയർ. എന്നിട്ട് അവളും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് ഷാൻഷായും ഫീൽ ചെയ്ത് അടുത്തേക്ക് വന്നിട്ട്, ജിങ് ഞാൻ നിങ്ങളെ കുറെ മിസ് ചെയ്യും. എന്നിട്ട് അവൾ പറയും. അപ്പോഴാണ് ഇത് കേട്ട് മിങ്ങും, മതി ഷാൻഷായി നിന്റെ ഓവർ ആക്ടിങ്. എന്നിട്ട് അവൻ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ജിങ് അവനോട്, എടാ ഞാൻ പോയതിനു ശേഷം ഇനി നീ ഷാൻഷായി റാഗ് ചെയ്യല്ലേ, കൂടാതെ ഹുവയെ നീ നല്ലോണം നോക്കിയോ, അവൻ ഇപ്പോഴും ഫീൽ ചെയ്യായിരിക്കും. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ സേഫ് ആയിട്ട് നിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യും, അതിന്റെ ഒരു തുടക്കമായിട്ട് എന്റെ ഗിഫ്റ്റ് വെച്ചോ. എന്നിട്ട് അവനും കൊടുക്കുമ്പോഴാണ് ഇത് കണ്ട് ചെന്നടുത്തേക്ക് വന്നിട്ട്, ഇല്ല തുറക്കല്ല്. എന്നിട്ട് അവനും പറയുമ്പം മിങ് അവന്റെ വായടച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കും. അതിനുശേഷം ജിങ് അവിടെ നിന്ന് പോകുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഹു അവിടെ കഴിഞ്ഞത്. ഇത് കണ്ട് അവന്മാർ എല്ലാം, ഇപ്പോഴെങ്കിലും വന്നല്ല, പക്ഷെ എന്ത് ചെയ്യാനാണ് അവൾ എപ്പോഴേ പോയി. എന്നിട്ട് അവന്മാർ എല്ലാം പറയും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഹു ആക്ട് ചെയ്ത മൈ യൂണിക്കോൺ ഗേൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടുവെക്കുക. അതേപോലെ തന്നെ ആർസണൽ മിലിറ്ററി അക്കാഡമി, ഇങ്ങനെ കുറെ ഡ്രാമസ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.